ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് വൈകല്യത്തോടെ ജനിച്ച ആലപ്പുഴയിലെ കുഞ്ഞിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയാണ്. 72 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാനാകൂ എന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നു. കുട്ടി ജനിച്ച് 2 മാസം കഴിഞ്ഞിട്ടും ഈ കുറ്റക്കാരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ ഒരു നടപടിയുമില്ല. ആരോഗ്യവകുപ്പ് ഈ ഡോക്ടർമാരെ സംരക്ഷിക്കുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇത്രയൊക്കെ കണ്ടിട്ടും കാണാത്ത കണ്ണടച്ചിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാനാ? നിറകണ്ണുകളോടെയാണ് കുട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മരിച്ചു പോകും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. അത് മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ. കാര്യം കണ്ടില്ലായിരുന്നു, ഈ കുഴപ്പമില്ലായിരുന്നു ഈ കുഞ്ഞിനെ. ഇത്രയെല്ലാം ആയിട്ടും സർക്കാർ വളരെ കുട്ടി നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലാണ്. ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയുണ്ട്. ചികിത്സയ്ക്കായി വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ഏകദേശം ഒരു 72 മണിക്കൂർ കഴിഞ്ഞാലേ കുട്ടിയുടെ കണ്ടീഷനെ പറ്റി ഏത് രീതിയിലായിരിക്കും കുട്ടി പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പരിശോധനയുടെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ തുടർ ചികിത്സയെപ്പറ്റി തീരുമാനിക്കുന്നത്. ആലപ്പുഴ ലജനത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞാണ് ഭിന്നശേഷികളോട് ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് പരാതി. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നേരിട്ടെത്തി അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ആരോപണം നേരിടുന്ന മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകളുടെ സ്കാനിംഗ് മെഷീൻ സീൽ ചെയ്തു. എന്നാൽ ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാർക്കെതിരെയും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. സ്കാനിംഗ് സെൻ്ററായ മിഡാസും ശങ്കേഴ്സും തുറന്നിരിക്കുന്നു. അവർക്കൊരു പ്രശ്നമില്ല. ഈ WNCയിലെ 2 ഡോക്ടർമാർ, കൺസൾട്ട് ചെയ്ത ഡോക്ടർമാർ, അവരും സുഖമായിട്ട് ജോലി ചെയ്യുന്നു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളുടെ ജീവിതം താറുമാറാക്കിയത് ഈ ഡോക്ടർമാരും ഈ ശങ്കേഴ്സ് മിഡാസ് ലാബുകാരുമാണ്. അവർക്കെതിരെ ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നെങ്കിലും ആ അന്വേഷണവും നിലച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.